പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാലത്തിലേക്ക് പോവാണ്. നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, യൂട്യൂബിലൊന്നുമില്ല. അതിൻ്റെ പേര് മാർബിൾ ഉപ്പുമാവ് എന്നാണ് പേര്. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുണ്ട കാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തീരെ ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഈ മാർബിൾ ഉപ്പുമാവിനെ പറ്റി. തീരെ ടേസ്റ്റ് ഇല്ല എന്നാണ് ചേട്ടൻ പറയണത്. ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ മാർബിൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് മൈദ ഉണ്ടാക്കാം. മൈദ ഒരു 2.5 ഗ്ലാസ് പൊടി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു പാത്രത്തിലേക്കായിട്ട് ഇടുന്നു. 2.5 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇല്ലേ, ചെറുത്. പിന്നെ നമ്മുടെ സാധനം പോലെ ഒരു മുറിയില്ല, ഒരു അരമുറിയേക്കാളും ഇത്തിരി മണി കൂടുതൽ നാളികേരം ശരിക്കിട്ടാ. ഒരു നാളികേരം ചെയ്ത് ഞാനെന്നുണ്ട് പൊത്ത് തോന്നുന്നുണ്ട്, അറിയില്ലേ. പച്ചമുളക് കുഞ്ഞു പൊടിയായി പോലെ അരിഞ്ഞത് ഒരു 2 പച്ചമുളകിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയിൽ കുനുകുനെന്നെ അരിഞ്ഞത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കേട്ടോ. അതിലിടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് അത് ഇതിലേക്ക് ആവശ്യത്തിന് പാകത്തിന് കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കണം. ഇതേ വെള്ളം നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ സാധാരണ കുഞ്ഞുണ്ടി ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ലെവലിൽ വെള്ളം ആവശ്യത്തിന് നമുക്ക് കുഴച്ചിട്ട് ഇതുപോലെ ഉണ്ടകൾ ഉണ്ടാക്കാനുള്ളതാ. അതന്നെ. അപ്പൊ ആ ഒരു പാകത്തിനുള്ള വെള്ളം പാടുള്ളൂ. വെള്ളം കൂടാൻ പാടില്ലാന്ന്. നമുക്കേ ഇങ്ങനത്തെ കുഞ്ഞു ഉരുളകൾ ഉപ്പിൻ്റെ പാകത്തിനുള്ളത് എന്തിൻ്റെ നമ്മുടെ കോഴിക്കോട്ടേക്ക് ഉണ്ടാകില്ലേ, ചൂടാറി കഴിഞ്ഞിട്ടേ കുഴക്കാട്ടാ. ഭയങ്കര ചൂടാ. എൻ്റെ കൈ പൊള്ളിയില്ല, പൊള്ളാറായി. സാധനം ചൂടാറി. അപ്പോൾ കുഴക്കുന്ന ചുമതല സരിതനെ ഏൽപ്പിച്ചു. സരിത കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഒന്നും തോന്നുള്ളൂ ചേട്ടാ. അതെ, ഒരു 1980 മുമ്പ് ഞങ്ങളുടെ അച്ഛൻ ഒട്ടുകമ്പിയിൽ പണിയുന്ന കാലം. അപ്പോൾ വളരെ ചെറിയ പ്രായം ഞാൻ ജീവിതത്തിൽ ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം, മറ്റേ സ്കൂളിലത്തെ ഉപ്പുമാവ്, മറ്റേ ഈ ഗോതമ്പിൻ്റെ നുറുക്കൊണ്ടുള്ള ഉപ്പുമാവ്, പിന്നെ ചോളപ്പൊടിയുള്ള ഉപ്പുമാവ്, ഈ 2 സാധനങ്ങളാണ് ഞാൻ ഉപ്പുമാവായിട്ട്. പിന്നെ അമ്മ പൊടിരി ഉണ്ടാകും. പൊടിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി നെല്ലൂത്തിയാൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഈ ചെറിയ നുറുങ്ങും. ചില സമയങ്ങളിൽ ഉണക്കൊക്കെ കൂടി കഴിഞ്ഞാൽ നുറുങ്ങും, നെല്ല് ഉണക്കം കൂടി കഴിഞ്ഞാൽ നുറുങ്ങും. അപ്പോൾ അതുകൊണ്ട് അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കും. ഉപ്പുമാവ് ഈ മറ്റേ അരി അത് ചെറുതായ രീതിയിൽ വേവിച്ചിട്ട് കടുകൊക്കെ പൊടിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. പക്ഷേ ഞാനും ഷാജൻ ചേട്ടനും കൂടിയിട്ട് അച്ഛന് ചോറ് കൊണ്ടുപോകും, കമ്മിയിലേക്ക് ചോറ് കൊണ്ടുപോകും, ചോറും കഞ്ഞിയൊക്കെ കൊണ്ടുപോകും. അപ്പം മരത്താകര ഒരു ഹോട്ടലുണ്ട്, ഒരു ചെറിയ ഹോട്ടൽ. അന്നത്തെ ചായകടകൾ അറിയാലോ നിങ്ങൾക്ക്. അവിടെ ഈ വലിയ ഇങ്ങനെ ഒരു അളമാരി ഉണ്ടാവും. അതിൽ ഉച്ചതിരിഞ്ഞ് സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമുണ്ട, പിന്നെ ഈ പപ്പടവട, ഉഴുന്നുവട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. നന്നായി കുളിച്ചോ, അടിപൊളി ആയിക്കോട്ടെ. കഥ പറയുന്നവരെ അല്ല, പറഞ്ഞ് കഴിയുന്നവരെ കുഴച്ചോ. അപ്പം അങ്ങനെ സാധനങ്ങൾ ഉണ്ടാവും. ഒരു ദിവസം ഞങ്ങൾ കാലത്ത് ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. കാലത്ത് അച്ഛന് കഞ്ഞി കൊണ്ടുപോകണം. കഞ്ഞീരൊപ്പം ചോറുണ്ടാവും, ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ ഹോട്ടലിലേക്ക് നോക്കും. അപ്പോൾ അച്ഛൻ അവിടെ ചായ കടയില്ല. അച്ഛൻ അവിടെ നിന്ന് സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന കാരണം അവിടെ അച്ഛന് പറ്റെന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. കാശ് റെഡിയിൽ കൊടുക്കില്ലേ, നമുക്ക് കൂലി കിട്ടുമ്പോൾ ഒരാഴ്ചയിൽ അല്ല പറഞ്ഞു കൊടുക്കണല്ലോ. ഇപ്പോൾ ആളുകൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഞാൻ പൈസ കൊടുക്കും. അവർ പറ്റിയ പുസ്തകത്തിൽ എഴുതും. പുസ്തകം കണ്ടിട്ടില്ലേ, അതിലെഴുതിയിരിക്കും.
അപ്പോൾ ഞങ്ങൾ നേരെ ഇത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ അവിടേക്ക് നമ്മൾ പുതിയോടെ നോക്കും, സാധാരണ എല്ലാവരും നോക്കുന്ന പോലെ തന്നെ അന്ന് ചെറുപ്പകാലത്ത് നോക്കിയിരുന്നു. ഇപ്പോൾ ഉണ്ട് ഒരു വേസനിൽ നമ്മൾ ചോറ് വിളമ്പുന്ന വേസനിൽ ഇതിങ്ങനെ ചെറുതായിട്ട് കൂമ്പാരായിട്ട് ഒരു സാധനം, അതാണ് ഉപ്പുമാവ്. അന്നത്തെ റവോടുള്ള ഉപ്പുമാവ് ഞാൻ നല്ല ഭംഗിയിരിക്കുന്നു. അത് നമ്മളെല്ലാ ദിവസവും ഞങ്ങൾ ചോറ് കൊണ്ടുപോകുമ്പോൾ കൊതിപ്പിച്ചു തുടങ്ങി, എന്നെ ആകർഷിച്ചു തുടങ്ങി. ഈ സാധനം എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷ. അന്ന് വെച്ചാൽ അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മൾക്ക് വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ, രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ചോറ് കൊണ്ടുപോയപ്പോൾ അച്ഛൻ്റെ കഞ്ഞികൂടി കഴിഞ്ഞിട്ട് പാത്രം ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ മറ്റേ ഇവിടേക്ക് ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഷാജാനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു അമ്മാമീൻ്റെ ആയിരുന്നു അവിടെ, അമ്മാമീൻ്റെ ആയിരിക്കും അതിൽ സ്ഥിരമായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോട്ടാന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അപ്പോൾ ഷാജാനും ഞാനും കൂടി പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സാധനം കഴിക്കാൻ കിട്ടിയ സമയം. അങ്ങനെ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചത്. ഒരു അന്നത്തെ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ നല്ല ഷേപ്പിൽ നല്ല പോലെ ഉറച്ച ടൈപ്പിലുള്ള കാണാറുണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു തളർന്ന് ഗുളുഗുളു പോലുള്ളൊരു സാധനമായിട്ടായിരുന്നു. വെള്ളം കൂടിയിട്ട് ഉപ്പുമാവുണ്ടാണ് ഈ മറ്റേ ഈ പാചകക്കാരൻ്റെ കണക്ക് തെറ്റിൻ്റെ വെള്ളം ഒഴിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു ഗുളുഗുളു എന്നുള്ള പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ അത് കൊണ്ടുവന്ന് വെച്ചു, പാത്രം നിറച്ച്. ഷാജൻ ചേട്ടൻ പിന്നെ പാലും വെള്ളം. ഷാജൻ ചേട്ടനാണെങ്കിൽ വേറെ സാധനം കൂട്ടുമ്പോൾ അപ്പോൾ അതിരണ്ട് വാങ്ങിച്ചു. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് ടീസ്പൂൺ കൊണ്ടിട്ടാണ് ഈ സാധനം കഴിച്ചപ്പോഴേ കണ്ണ് തുറിച്ചു പറ്റേ. ഇതുപോലൊരു സാധനം, ഈ മനസ്സിന് പിടിക്കാത്തൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഈ സാധനം ഞാൻ കഴിച്ച് ഇത്തിരി എടുത്ത് തുടങ്ങിയപ്പോൾ ഷാജാനാണെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ നോക്കാം. കാരണം ഷാജാനും ഇത് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ട്, അല്ലെങ്കിൽ അവൻ മാച്ചനതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാച്ചനാ. അവൻ ഇത് കൂട്ടുന്ന കണ്ടിട്ട് എന്നിട്ട് അത് മുഴുവൻ എങ്ങനെയോ കണ്ണ് തുറപ്പിച്ച് അത് തിന്ന് കഴിക്കേണ്ടി വന്നു. കാരണം കളയാൻ പറ്റിയ കാശ് കൊടുത്തിട്ട് 20 പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. 10 പൈസയുടെ പാലും വെള്ളം, 30 പൈസ കൊടുത്തിട്ട് പാലും വെള്ളം കുടിച്ചു. അങ്ങനെ 30 പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച സാധനം കണ്ണ് തുറപ്പിച്ച് എങ്ങനെയോ ഇത്. അവിടെ തൊട്ട് വീട് വരെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. നമ്മുടെ വീട്ടിൽ നിന്ന് മരത്താര വരെ 3 കിലോമീറ്റർ നടന്നിട്ടാണ് അച്ഛനെ ചോറ് കൊണ്ട് പോണത്. ഞാൻ അവിടുന്ന് ഇവിടുന്ന് വരെ ഓക്കാനിച്ച് പോലെ ഇങ്ങനെ നടന്ന് ഇവിടെ വരെ 30 ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ 30 പൈസ കളഞ്ഞതിൽ മാത്രമല്ല, ആ 30 പൈസക്ക് എന്തോ ഒരു ഐസ് ഫ്രൂട്ട് വാങ്ങിക്കായിരുന്നു. 1 പൈസക്കുള്ള ഐസ് ഫ്രൂട്ടിന് 1 പൈസ 2 പൈസക്ക് ഐസ് ഫ്രൂട്ടിനുള്ളോ മര്യാദയ്ക്ക് അത് വാങ്ങിച്ചാണെന്നോ ഈ ഭാഗം ഈ വൃത്തികെട്ട ഈ സാധനം വാങ്ങിച്ചു. അതിനുശേഷം എനിക്ക് റവ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് ദൃശ്യണ്ടൂടാ, അത്രയ്ക്കും ദേഷ്യമായി ഉപ്പുമാവിനോട്. എവിടെ നിന്ന് ഉപ്പുമാവ് ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ സിനിമയുടെ സെറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉപ്പുമാവ് ഉണ്ടാവും. മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ കുറച്ച് സിനിമകളിലേക്ക് പോയില്ല, അവിടെ ഉപ്പുമാവ് ഉണ്ടാവും. പക്ഷെ ഞാൻ ആ വാശതിക്ക് ഞാൻ നോക്കില്ല. സരിത ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇവിടെ അടിപൊളി തിന്നും. അപ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. ഇപ്പോഴും ഉപ്പുമാവിനോട് ദേഷ്യ. പക്ഷേ ഈ ഉപ്പുമാവ് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. മാർബിൾ ഉപ്പുമാവിൻ്റെ മെയിൻ സാധനം കുഴച്ച് പരുവായി തുടങ്ങിയിട്ട് നന്നായി കുഴക്കണം കേട്ടോ. കുഴച്ച് നീണ്ട് ശരിക്ക് പാകമായി തുടങ്ങി. ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ തന്നെ മതി. അപ്പോൾ അത് കുഴച്ചു. ഇനി ഇതിനെ നമ്മൾ മറ്റേ കുഞ്ഞുണ്ടി ഉണ്ടാക്കിയ പോലെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇങ്ങനെയുണ്ട്. ചെറിയ ഉരുളകൾ, ചുക്കുണ്ടേക്കാളും വലുത് കണ്ട. അത് ഇങ്ങനത്തെ ഉരുളകൾ. നീ ഇപ്പുറത്തുനിന്നോ ഞാൻ എനിക്ക് അവിടെ നിന്ന് കൂടുതൽ ആക്കണം നീയല്ലേ. നീ കറക്റ്റ് വലിപ്പൊന്നും വേണമെന്നില്ല ചേട്ടാ.
ഇനി ഇത് ഫ്രൈ ചെയ്യണം. എല്ലാം ഊട്ടി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ആവിയിൽ വേവിക്കാൻ പോവാണ്. നമ്മൾ തീ കത്തിച്ചിട്ട് വെള്ളം അടപ്പ് വയ്ക്കണം. കുറച്ച് വെള്ളം. അന്ന് കുഞ്ഞുണ്ട വേവിച്ചതും ഇങ്ങനെയാണ്. അത് ഇങ്ങനത്തെ ഒരു പാത്രങ്ങളാണ് വയ്ക്കും. ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ പറ്റണുണ്ട് കേട്ടോ. സ്വല്പം തൊട്ട് പൊട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇതിലേക്ക് ഇടണം കേട്ടോ. പതുക്കെ വിടണുള്ളൂ. അവർ ചെറിയൊരു ഹോട്ടലുണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഷേപ്പിനൊന്നും വ്യത്യാസം വരുന്നില്ല. എല്ലാം ഈ പാത്രത്തിലിട്ടു കേട്ടോ. ഇനി ഇതിൽ ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് മൂടി വയ്ക്കും. ഇതിൽ വെള്ളം ആവി വന്നു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വയ്ക്കണം. മൂടി വയ്ക്കണം. നമ്മളിത് വേവാൻ വെച്ചു വിട്ടാൽ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ തീ കത്തിക്കുക. തീ കത്തിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. ചൂടാവട്ടെ. പാത്രം ചൂടായി കഴിഞ്ഞാൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഈ കപ്പലണ്ടി ഇല്ലേ അതിടാം. കപ്പലണ്ടി തൊലി കളഞ്ഞേട്ടാ. എന്നിട്ട് ഇത് ഇതിലേക്ക് ഇളക്കി ഒരു ചെറിയ ചുവപ്പ് കളറാവില്ലേ, ബ്രൗൺ കളറ് ആവണ വരെ ഇങ്ങോട്ട് വാർത്തെടുക്കുക. നല്ലപോലെ ആവി വെച്ച് നോക്കാം. ഇത് വറവായി തീ ഓഫ് ചെയ്യുന്നു. ഇത് ഒരു പാത്രത്തേക്ക് ഇടുന്നു. ചൂടാറി കഴിഞ്ഞിട്ട് ഇത് ഒരു തരിതരിപ്പിലാണ് പൊടിച്ചുകൊണ്ടുവരാം മിക്സിയിൽ. ഇത് വെന്തു. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോകണം കേട്ടാ. അറിയാമല്ലോ നമ്മുടെ ഈ സാധനം വെന്തുട്ടാ. അടിപൊളിയായിട്ട് നോക്കിയാൽ ഉരുളകൾ. ഒരു ഉരുളര ഇത് ടേസ്റ്റ് നോക്കാൻ പറ്റും നമുക്ക് കേട്ടോ വേണമെങ്കിൽ. എന്താ രസല്ലേ? മതി. ഓർമ്മ നോക്കിയാൽ പോരാ വെന്തിട്ടുണ്ടോ. ഇനി ബാക്കിയുള്ള സാധനങ്ങളാക്കി വരുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ അല്ലേ. അതാണോ നമ്മുടെ ഈ പരിപ്പുകൾ ചൂടാറി ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചുകൊണ്ടുവരാം. നന്നായി പൊടിച്ചുകൊണ്ടുവരാം കേട്ടോ. നമ്മളിത് മിക്സിയിൽ പൊടിച്ചുകൊണ്ടു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീ കത്തിച്ചിട്ട് നമ്മൾ നേരത്തെ പാത്രം തന്നെ അടപ്പത്ത് വയ്ക്കും. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകിടുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിലിടുക. വേപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളകൾ, വേവിച്ച ഉരുളകളിടാം. ഇതിലിളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുഞ്ഞ പാത്രമായതിന് തീ കുറയ്ക്കാം. ഇത് മിക്സിങ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള സാധനത്തെ അത് ഇതിരിക്കില്ല കേട്ടാ. ഇനി നന്നായി ഇളക്കേണ്ടി യോജിപ്പിക്കുക. തീ ഓഫ് ചെയ്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് അത് ഇതിൽ ഞങ്ങളുടെ ഒഴിക്കുക. അതൊരു ചെറുനാരങ്ങയുടെ നീരല്ലോ. എന്നിട്ട് നിളക്ക്. ഫൈനലായിട്ടാ പറഞ്ഞ പോലെ ഇത് വായിലേക്കാൻ കൊള്ളില്ലാന്ന് തോന്നണേ. അവസാനം ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയാട്ടാ ചേട്ടാ തോന്നണേ. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. മതി. കറക്റ്റായി. നമുക്കിത്
ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളത് പ്ലേറ്റിലേക്ക് പടർത്തണം. പിന്നെ പറയും പടർത്തണം പകർത്തണം. ഇത് ശരി ജാഗ്രതാ നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുവാക്കളിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന റിപ്പോർട്ടിൽ ആശങ്ക. വാക്സിൻ സ്വീകരിക്കാൻ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഈ മറ്റേ മാർബിൾ ഉപ്പുമാവ് റെഡി ആയിട്ടാ. നമുക്കിതൊന്ന് പറഞ്ഞ പോലെ സാധാരണ എല്ലാവരും പറയാം വളരെ ടേസ്റ്റിയായ പറയാറില്ലേ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജഗ് എടുത്തോ. ജഗ് ചെറിയ ചൂട്ടോടെ വേണം കഴിക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കരുത്. പറഞ്ഞ പോലെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇതേ ബോളുകളാക്കിട്ട് നമ്മൾ വേവിച്ചില്ലേ ആവിമേ, അത് പിന്നെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ അത് രസമുണ്ടായിരുന്നു. ഈ കടലപ്പരിപ്പും കപ്പലണ്ടിയും പിന്നെ അത് ചേർത്താലും കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് ഒഴിക്കണ്ടായിരുന്നു. ചാതി പുളി വായിലായിരുന്നല്ലേ മതിയാ. വായിലേക്കുമ്പോഴൊരു പുളി പുളി കഴിച്ചു കൂട്ടാം. എന്തിനാണ് എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് അത്ര ടേസ്റ്റില്ലാത്ത സാധനം കഷ്ടപ്പെട്ട് തിന്നണേ അല്ലേ? ഇത് കപ്പലണ്ടി ഇത് ചേർക്കുന്നു. അത്ര കപ്പലണ്ടിക്ക് വേറെ തിന്നാ പോരെ. അങ്ങനെ നമ്മുടെ മാർബിൾ ഉപ്പുമാവിന്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാട്ടാ. നമ്മള് ഭയങ്കര നിർബന്ധിക്കുന്നുണ്ട്. ഇതാണ് മാർബിൾ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നോക്കണ്ട. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാവരെ. നന്ദി, നമസ്കാരം. തിന്നോക്കിത് ഒരെടുത്തിട്ട് എങ്ങനെയുണ്ട് സാധനം? മറ്റേ സാധനം വെറുതെ കഴിച്ചില്ലേ, അത് നല്ല ടേസ്റ്റിന്. അതന്നെയാണ് എന്റെ അഭിപ്രായം. ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തത് നശിപ്പിച്ചു. വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമായിരുന്നു. നമുക്കത് അങ്ങനെ ചെയ്തേ മതിയാവൂ. എന്തേ അതിന്റെ ഒറിജിനൽ റെസിപ്പി എങ്ങനെയാണ് അല്ലേ?